പെട്ടകം ചെന്ന് നിൽക്കുന്നത് സ്തോത്രം എരിഹോ കോട്ടയ്ക്ക് മുമ്പിലാണ്. നമുക്കറിയാം ചരിത്രം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ എടുക്കണ്ട. പ്രൈസ് ഗോഡ്. എരിഹോ കണ്ട് യോശുവ തളർന്നുപോയി വാസ്തവത്തിൽ. പക്ഷേ ദൈവം വാഗ്ദത്തം കൈമാറുക, എരിഹോവിലെയും അതിലെ രാജാവിനെയും അതിലെ സൈന്യങ്ങളെയൊക്കെയും നിന്റെ കയ്യിൽ തന്നിരിക്കുക. സ്തോത്രം. പക്ഷെ കയ്യിൽ വാഗ്ദത്തം കിട്ടി. ഇനി ഇതെങ്ങനെയാണ് എക്സർസൈസ് ചെയ്യുന്നത്? 6 ദിവസം ഓരോ പ്രാവശ്യം ചുറ്റണം. 7ാമത്തെ ദിവസം മതിൽ വീഴും അല്ലേ? എന്നാലോചിച്ച് നോക്കി. പക്ഷേ മതിൽ വീണത് ഇവരാർപ്പിട്ടത് കൊണ്ടല്ല, പെട്ടകത്തിൻ്റെ സാന്നിധ്യമാണ്. ഇവരാർപ്പിട്ടപ്പോൾ പെട്ടകത്തിൻ്റെ സാന്നിധ്യം ദൈവശക്തിയുടെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ആർപ്പിട്ട ജനത്തിനു വേണ്ടി ദൈവശക്തി വ്യാപരിച്ചത്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവ പൈതല്, നീ ആർപ്പിടുമ്പോൾ, നീ സ്തോത്രം ചെയ്യുമ്പോൾ, നീ ഹല്ലേലൂയ പറയുമ്പോൾ, നിനക്കെതിരെയുള്ള എരിഹോ പോലെ നിന്റെ നന്മകളെ അടച്ചു വച്ചിരിക്കുന്ന മതിലുകൾ, അതിന്റെ മതിൽ കെട്ടുകൾ ഇടിഞ്ഞു വീഴും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പെട്ടകമില്ലാതെ ഒന്ന് കറങ്ങി നോക്കുക, വിവരം അറിയാം. 7 അല്ല 70 ദിവസം കറങ്ങിയാലും ഒന്നും സംഭവിക്കത്തില്ല. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ ആർക്ക് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പെട്ടകത്തിന്റെ സാന്നിധ്യം. ശത്രു എത്ര ഉറപ്പോടെ അടച്ചു വെച്ചാലും അതിനെ തകർക്കുന്ന ശക്തിയാണ് യേശുവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ, അല്ലേ? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചവന്. ആരുണ്ടങ്ങനെ ചെയ്തത്? 3 മണ്ഡലങ്ങൾ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുട്ട ഒരുപോലെ മടക്കിച്ച നാമമായ യേശുവിന്റെ നാമം. 3 മണ്ഡലങ്ങളിലെ ശക്തി. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ശുശ്രൂഷപ്പോൾ പറഞ്ഞതുപോലെ ആ നാമമുണ്ടല്ലോ, ഇപ്പൊ എൻ്റെ ഉള്ളിലാ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടോ ആ നാമം? യേശു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും അല്ല വെല്ലുവിളിക്കുന്ന വിഷയങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കുന്നത്. പിന്നെയോ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലുള്ളത് കൊണ്ട് എത്ര വലിയ ശക്തികൾ എതിർത്തു വന്നാലും അവർ മുട്ടുമടക്കും. എന്നെ കണ്ടിട്ടല്ല, ഞാൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം. ആ സാന്നിധ്യം അനുഭവിക്ക്. യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം. എവർ പ്രസന്റ് ഗോഡ്.